പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ കടന്നു വന്നിട്ടുള്ള ദൈവത്തിൻ്റെ സ്നേഹിതരെ, ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മളോട് പ്രഘോഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയം വചനത്തിനായി തുറന്നു കൊടുക്കുമ്പോൾ ഇപ്പോൾ ഈ സമയം തന്നെ യേശു നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രവൃത്തികൾ ചെയ്യും. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യം: എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും, നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ ലോകത്തിൻ്റെ വഴിയെ നടന്ന് ഈ ലോകത്തിൻ്റെ സാധ്യതകളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോയി ജീവിതം തകർന്ന് തരിപ്പണമായിരിക്കുന്ന കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരെ, ഒറ്റ കാര്യമേ നമ്മൾ ചെയ്യേണ്ടതുണ്ടോ? നമ്മൾ കർത്താവിൻ്റെ നാമം വിളിക്കുക. ദൈവത്തിൻ്റെ വചനം സജീവമാണ്, അത് ഊർജ്ജസ്വലമാണ്, അത് ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. അതുകൊണ്ട് ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ള ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം പൂർണ്ണമായി കർത്താവിനായി വിട്ടുകൊടുക്കണം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യം. കർത്താവ് തന്നെ പ്രിയപ്പെട്ട പ്രവാചകനിലൂടെ സംസാരിക്കുകയാണ്. എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് മറുപടി നൽകും, നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. പ്രിയപ്പെട്ട സഹോദര സഹോദരി, കർത്താവിൻ്റെ നാമം വിളിക്കുന്ന വ്യക്തി ജീവിതങ്ങളിൽ സ്വർഗം തുറക്കപ്പെടും. അവർക്ക് മനസ്സിലാകാത്ത വലിയ സ്വർഗീയ രഹസ്യങ്ങൾ കർത്താവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, നമ്മൾ ഒറ്റ കാര്യമേ ചെയ്യണ്ടൂ. നിന്റെ ഏത് പ്രതിസന്ധിയിലാകട്ടെ, ഞെരുക്കത്തിലാകട്ടെ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാകട്ടെ, കർത്താവിന് മുമ്പിൽ സറണ്ടർ ആകുക, കർത്താവിൻ്റെ നാമം വിളിക്കുക. നിന്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സ്വർഗീയ രഹസ്യങ്ങൾ കർത്താവ് നിനക്ക് വെളിപ്പെടുത്തി തരും. ഒരു പുതിയ വഴി കർത്താവ് നാളെയല്ല, ഇപ്പോൾ നിനക്കായി തുറന്നു തരിക തന്നെ ചെയ്യും. അപ്പോസ്തല പ്രവർത്തനം 22-ാം അധ്യായം 10-ാം വാക്യം. അപ്പോസ്തലനായ പൗലോസ് തന്റെ മാനസാന്തര കഥ രാജാവിനോട് വിവരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പൗലോസ് പറഞ്ഞു, ഞാൻ ഡമാസ്കസിലുള്ള വിശ്വാസികളെ പീഡിപ്പിക്കുവാൻ അധികാരപത്രവുമായി ഇത് പട്ടണത്തിലേക്ക് പോകുന്നു. പട്ടണം എത്താറായപ്പോൾ ഇത് സ്വർഗത്തു നിന്നൊരു മിന്നലൊളി എൻ്റെ മേൽ പതിച്ചു. ഞാനിതാ നിലത്ത് വീണു. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, എല്ലാം അന്ധകാരം. ഞാൻ വ്യക്തമായി കർത്താവിന് ശബ്ദം കേട്ടു. ഞാൻ നിലത്ത് കിടന്നപ്പോൾ കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 22-ാം അധ്യായം 10-ാം വാക്യം. കർത്താവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിലത്ത് കിടക്കുന്ന ഒരു വിശ്വാസി, പരാജയപ്പെട്ട ഒരു വിശ്വാസി, ജീവിതം മുന്നോട്ട് പോകാതെ വേദനിക്കുന്ന ഒരു വിശ്വാസി ചെയ്യേണ്ടത് ഒറ്റ കാര്യമാണ്. കർത്താവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? 1 രാജാക്കന്മാർ 17-ാം അധ്യായം. എലിയ പ്രവാചകൻ ക്രീത്ത് നദീ തീരത്ത് കാക്കകൾ കൊണ്ടുതരുന്ന മാംസവും അപ്പമെല്ലാം കഴിച്ച് അവിടെ ജീവിക്കുമ്പോൾ ആ അരുവിയിലെ വെള്ളം വറ്റിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എലിയ പ്രവാചകനും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കർത്താവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കർത്താവ് വഴി പറഞ്ഞു കൊടുത്തു. അപ്പോസ്തലനായ പൗലോസിനോട് കർത്താവ് പറഞ്ഞു, നീ എഴുന്നേറ്റ് ഡമാസ്കസിലേക്ക് പോകുക, നിനക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ഒരു അനുഗ്രഹമുണ്ട്, ഒരു സമ്മാനമുണ്ട്, ഒരു സൗഖ്യമുണ്ട്. അത് നീ സ്വീകരിക്കേണ്ട ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്ക് നീ എത്തണമെന്നാണ് കർത്താവ് നിന്നോട് സംസാരിക്കുന്നത്. കർത്താവ് പൗലോസിന് പറഞ്ഞു, നീ എഴുന്നേൽക്കുക, നീ ഡമാസ്കസിലേക്ക് പോകുക. അവിടെയാണ് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള കരുതൽ, പ്രൊവിഡൻസ്. ഏലിയ പ്രവാചകനോട് കർത്താവ് പറഞ്ഞു, നീ സറാപ്തയിലുള്ള വിധവയുടെ അടുക്കലേക്ക് പോകുക, അവിടെ നിനക്ക് വേണ്ടി ഞാനൊരു കരുതൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം
അത് മാറ്റമില്ലാത്തതാണ്. ആകാശവും ഭൂമിയും മാറിയാലും ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. അതുകൊണ്ടാണ് പ്രവാചകനും രാജാവുമായ ദാവീദ് പ്രകാരം പറഞ്ഞു, സംഗീതത്തിന്റെ പുസ്തകം 40-ാം അധ്യായം 17-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറഞ്ഞത്, ഞാൻ ദരിദ്രനാണ്, ഞാൻ പാവപ്പെട്ടവനാണ്, എങ്കിലും എൻ്റെ കർത്താവിന് എന്നെ കുറിച്ചൊരു കരുതലുണ്ട്. 115-ാം സങ്കീർത്തനം 12-ാം വാക്യം ദൈവത്തിന്റെ വചനം പറയുന്നു, കർത്താവിന് നിന്നെ കുറിച്ചൊരു വിചാരമുണ്ട്. പൗലോസിനെ കുറിച്ച് കർത്താവിന് വിചാരമുണ്ടായിരുന്നു. അതുകൊണ്ട് കർത്താവിന്റെ ആ പൈതൽ കർത്താവിനോട് ചോദിച്ചു, ഹൃദയം നുറുങ്ങിയാണ് ചോദിച്ചത്, കർത്താവ് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കാരണം അവൻ കർത്താവിന് ശക്തി അറിഞ്ഞു. അവൻ അഹങ്കാരത്തിൽ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ സ്വർഗത്തിന്റെ ഒരു മിന്നലൊളി അവന് മേൽ പതിച്ചു. ഇത് ദൈവത്തിന്റെ ഒരു ഇടപെടലായിരുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന കർത്താവിന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ലോകത്തിൽ മുന്നേറുമ്പോൾ നിങ്ങളുടെ സ്വന്തം കഴിവിൽ, സ്വന്തം മിടുക്കിൽ, സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് നിങ്ങളുടേതായ ചിന്തകളിൽ മുന്നേറി പോകുമ്പോൾ ഒരു മിന്നലൊളി നിന്റെ മേൽ പതിക്കും. അത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. നമ്മൾ ചിന്തിക്കണം, അത് സ്വീകരിക്കണം. അത് ചിലപ്പോൾ സഹനമായിരിക്കാം, വലിയ രോഗപീഠയായിരിക്കാം, വലിയ സാമ്പത്തിക തകർച്ചയായിരിക്കാം. പക്ഷേ ഒറ്റ കാര്യമേ ചെയ്യണ്ടൂ, ആ വീണ സ്ഥലത്ത് കിടന്ന് കർത്താവിനെ വിളിക്കണം, കർത്താവിന് ചോദിക്കണം, കർത്താവെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് ഒത്തിരി മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്, കോടിക്കണക്കിന് രൂപ കടബാധ്യതയുണ്ട്. അവർ ഇപ്പോഴും ചോദിക്കുന്നില്ല, കർത്താവേ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മത്തായി 7-ാം അധ്യായം 7-ാം വാക്യം, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴാണ് നമുക്ക് ഉത്തരം ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ജെറമ്യ 33:3 ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, എന്നെ വിളിക്കുക. ലോകത്തിന്റെ വ്യക്തികളെ വിളിക്കാനല്ല കർത്താവ് പറഞ്ഞിട്ടുള്ളത്. ലോകത്തിന്റെ സമ്പന്നരുണ്ട്, അധികാരികളുണ്ട്, ശ്രേഷ്ഠരായ വ്യക്തികളുണ്ട്. പക്ഷെ യേശു പറഞ്ഞു, അവരാരും വിളിക്കേണ്ട, നീ എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് മറുപടി നൽകും, ഉത്തരം നൽകും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇന്നേ ദിവസം ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദുരിതങ്ങളും കർത്താവിന് കൊടുക്കുക. പൗലോസ് തൻ്റെ എല്ലാ പ്രതിസന്ധികളും കർത്താവിന് കൊടുത്തതുപോലെ നിങ്ങളിപ്പോൾ കർത്താവിന് കൊടുക്കുക. കർത്താവിൻ്റെ മുമ്പിൽ പൊട്ടിക്കരയുക, കർത്താവിന് മുമ്പിൽ നിലവിളിക്കുക, കർത്താവിന് ചോദിക്കുക, കർത്താവെ ഇപ്പോൾ ഈ പ്രതിസന്ധിയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കർത്താവ് നമ്മോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു സംഭവം ഓർക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് നടക്കുന്ന വലിയൊരു കൺവെൻഷൻ, പ്രിയപ്പെട്ട മാത്യു നാക്യമറച്ചനാണ് ആ കൺവെൻഷൻ നയിക്കുന്നത്. ലക്ഷക്കണക്കിന് മക്കൾ ആ കൺവെൻഷനിൽ പങ്കെടുക്കാൻ കടന്നു വന്നിട്ടുണ്ട്. കോട്ടയം പട്ടണം ഇളകി വശായി അനേകം മക്കൾ ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ അവിടെ ഓടിക്കൂടി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മാത്യുച്ചൻ വചന ശുശ്രൂഷ കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സാധാരണയായ ഒരു വീട്ടമ്മ, ഒരു പാവപ്പെട്ട സ്ത്രീ അച്ഛനെ നോക്കി ഓടി പൊട്ടിക്കരഞ്ഞു വരുന്നുണ്ട്. സംഘാടകർ ആ സ്ത്രീയെ തടഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, തടയണ്ട, അവൾ വളരെ വേദനയോടെയാണ് കടന്നു വരുന്നത്. ആ സഹോദരിയോടി ഒന്ന് പറഞ്ഞു, അച്ഛാ, എൻ്റെ പ്രിയപ്പെട്ട മകൻ ഒരു ജോലി അന്വേഷിച്ചു, ലഭിച്ചു, കപ്പലിലാണ് ജോലി കിട്ടിയത്. ഇപ്പോ കുറച്ചു കാലങ്ങളായി കടൽ കൊള്ളക്കാർ, സൊമാലിയയിലുള്ള കടൽ കൊള്ളക്കാർ എൻ്റെ മകനെ തട്ടിക്കൊണ്ടുപോയി. അവനെ കുറിച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു വിവരവുമില്ല. എൻ്റെ മകൻ എൻ്റെ ഏക ആശ്രയമാണ്. ഞങ്ങൾ വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ്. അച്ഛാ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ മകനെ തിരിച്ചു കിട്ടുമോ? അച്ഛൻ പ്രാർത്ഥിച്ചു പറഞ്ഞു, സഹോദരി, നീ ഇങ്ങനെ പ്രാർത്ഥിക്കുക, യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തക്കടലിൽ ആ മകനെയും ആ കടൽ കൊള്ളക്കാരെയും മുക്കി പരിശുദ്ധാത്മാവ് നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അനേകം പ്രാവശ്യം ആ പ്രാർത്ഥന ഏറ്റുപറയാൻ അച്ഛൻ ആ സഹോദരി ആവശ്യപ്പെട്ടു. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുവാനും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്യുച്ചൻ ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ പറഞ്ഞു, ഞാനും ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചോളാം. സഹോദരിക്ക് വലിയ ആശ്വാസമായി. സഹോദരി തിരിച്ചുപോയി. അങ്ങനെ മറ്റൊരു ദേശത്ത് മാത്യുച്ചൻ്റെ മറ്റൊരു ബൈബിൾ കൺവെൻഷൻ. ഈ സമയത്ത് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഒരു സഹോദരി അച്ഛനെ ശുശ്രൂഷ കഴിഞ്ഞ് അച്ഛനെ കാണാൻ ഓടി വരുന്നുണ്ട്. അച്ഛന് സന്തോഷമായി.
അന്ന് ഞാൻ പ്രാർത്ഥിച്ചു വിട്ട സഹോദരിയാണ്. അച്ഛൻ വളരെ ആകാംക്ഷയോടെ മാത്യച്ചൻ ചോദിച്ചു, സഹോദരി എന്താണ്, മോനെ തിരിച്ചു കിട്ടിയോ? അപ്പൊ കൂടെ ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ സഹോദരി പറയാണ്, അച്ഛാ, ഇവനാണ് നമുക്ക് നഷ്ടപ്പെട്ട മകൻ, ഇവനെ നമ്മുടെ കർത്താവ് എനിക്ക് തിരിച്ചു തന്നിരിക്കുന്നു. അച്ഛൻ ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? ആ മകൻ പറഞ്ഞു, എന്നെ ഒരു കടൽ തീരത്ത് എന്നെ കെട്ടിയിട്ടിരിക്കുകയാണ്. അനേകം കൊള്ളക്കാരൻ എൻ്റെ കൂടെയുണ്ട്. അവർ എൻ്റെ പേര് പറഞ്ഞ് പൈസ ഗവൺമെന്റിനോട് ചോദിക്കുകയാണ്. എനിക്ക് വേണ്ടി പൈസ കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് ആണ് അമ്മ ഇവിടെ മാത്യുച്ചൻ പറഞ്ഞ പ്രാർത്ഥന ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചുറ്റുമുള്ള കടൽ കൊള്ളക്കാര് എല്ലാവരും എന്തൊരു ആവശ്യത്തിനു വേണ്ടി ഈ വ്യക്തിയെ, ഈ മകനെ ഒരു തൂണിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഒരു വ്യക്തിയെ മാത്രം അവിടെ നിർത്തി അവർ എന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്തുപോയി. ഈ സമയം അവിടെ ആരുമില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ കെട്ടിയിരിക്കുന്ന ഈ മകന്റെ അടുത്ത് നിൽക്കുന്ന ആ വ്യക്തിയുടെ മേൽ ആവസിക്കാൻ തുടങ്ങി. ഇതാണ് കർത്താവിന്റെ പ്രവൃത്തി. കർത്താവ് ആ വ്യക്തിയുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തി. ആ സഹോദരന്, ഈ മകനോട് മനസ്സലിവ് തോന്നുവാൻ കർത്താവ് ഇടവരുത്തി. ഇതാണ് കർത്താവിന്റെ പ്രവൃത്തി. പ്രിയപ്പെട്ടവർ, നമ്മൾ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ ഹൃദയത്തെ കർത്താവ് രൂപാന്തരപ്പെടുത്തും. നമ്മുടെ അധികാരികളെ ഹൃദയത്തെ കർത്താവ് രൂപാന്തരപ്പെടുത്തും. നിനക്ക് വേണ്ടി കർത്താവ് ഒരു പുതിയ വഴി തുറന്നു തരിക തന്നെ ചെയ്യും. അങ്ങനെ ഈ കടൽ കൊള്ളക്കാരൻ ഈ തൂണിൽ കെട്ടിയിരിക്കുന്ന മകനോട് ചോദിക്കുകയാണ്, മോനെ, നിനക്ക് രക്ഷപ്പെടണോ? ഇവൻ പൊട്ടിക്കരഞ്ഞു പറഞ്ഞു, സഹോദരൻ, എനിക്ക് രക്ഷപ്പെടണം. എനിക്ക് വീട്ടില് എൻ്റെ അമ്മ എന്നെ കാത്തിരിക്കുകയാണ്. എൻ്റെ അമ്മയ്ക്ക് വേറെ ആരുമില്ല. എന്നെ രക്ഷിക്കണം. ഈ സമയത്ത് ഈ കടൽ കൊള്ളക്കാരൻ പറയാണ്, ഞാനാ രക്ഷിച്ചെന്ന് ഒന്നും നീ പറയരുത്. ഇത് ഞാൻ ഈ ചങ്ങലയുടെ കെട്ടഴിക്കാൻ പോവുകയാണ്, ഈ പൂട്ടഴിക്കാൻ പോവുകയാണ്. നീ എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും ഓടി രക്ഷപ്പെടണം. ഞാനിത് ആരോടും പറയുകയില്ല. ഒറ്റ സമയം അയാൾ ആ താക്കോൽ എടുത്ത് ആ ലോക്ക് തുറന്നു, ചങ്ങല അഴിച്ചു വിട്ടു. പ്രിയപ്പെട്ടവരെ, സഹോദരൻ ഓടി സമയത്ത് മറ്റു ഒരു കപ്പൽ ചരക്ക് കയറ്റി മറ്റു ദേശത്തേക്ക് പോകുന്നൊരു കപ്പൽ കണ്ടു. അതിൽ പൊട്ടിക്കരഞ്ഞ് അവരോട് ചോദിച്ചു, ആ കപ്പലിൽ കയറി. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടും വേദനിച്ചും എന്നാൽ വളരെ സന്തോഷത്തോടെ സ്വന്തം അമ്മയുടെ അടുത്തിലേക്ക് തിരിച്ചു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ആരെല്ലാം കർത്താവിന് മുമ്പിൽ നിലവിളിക്കുന്നുണ്ടോ അവരെ നിലവിളി കേൾക്കുവാൻ കർത്താവ് കാത്തിരിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളിൽ ഈജിപ്തിലുള്ള ഇസ്രായേൽ ജനം കർത്താവിന് മുമ്പിൽ നിലവിളിച്ചു. വചനം പറയുന്നു, അവരെ നിലവിളി കർത്താവ് കേട്ടു, അവരെ യാതന കർത്താവ് അറിഞ്ഞു. അവരനുഭവിക്കുന്ന എല്ലാ വേദനകളിലേക്കും കർത്താവ് ഇറങ്ങി വന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ വേദനയിൽ നീ കർത്താവിനോട് നിലവിളിക്കുമ്പോൾ നിന്റെ അവസ്ഥകളിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമാണ് കർത്താവ് യേശു ക്രിസ്തു. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിലേക്ക് ഇറങ്ങി വന്ന് കർത്താവ് വിടുവിച്ചു തന്റെ പ്രിയപ്പെട്ട മകനായ മോശയിലൂടെ. അങ്ങനെ പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് അവരെ നയിച്ചു. പുതിയ നിയമത്തിൽ പിശാചിന്റെ അടിമത്തത്തിൽ കഴിയുന്ന തന്റെ പ്രിയപ്പെട്ട ജനത്തെ ദൈവപിതാവ് സ്വന്തം പുത്രനിലൂടെ വിടുവിച്ച് നിത്യജീവനിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരെല്ലാം, നീ പാപിയാണോ, നീ കൈവിട്ട വ്യക്തിയാണോ, നീ തള്ളിക്കളയപ്പെട്ട വ്യക്തിയാണോ, നീ വേദനിക്കണ്ട. ഒറ്റ കാര്യമേ നീ ചെയ്യണ്ടു, നീ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, അവന്റെ കരം പിടിക്കുക. കർത്താവ് നിന്നെ ദൈവപിതാവിന്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു സംഭവം എന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിന്റെ വചനം പ്രഘോഷിക്കുന്ന കർത്താവിന്റെ പ്രിയപ്പെട്ട ദാസൻ ഡോക്ടർ ജോൺ പറഞ്ഞൊരു അനുഭവമാണത്. അടുത്ത ദിവസമാണ് ഞാനത് കേട്ടത്. ഓസ്ട്രേലിയയിലുള്ള കർത്താവിനെ സ്നേഹിക്കുന്ന ജോസഫ് മേരി ദമ്പതികൾ, അവർക്ക് 3 മക്കളുണ്ട്. 4ാമത്തെ ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാവുകയാണ്. അങ്ങനെ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ഡോക്ടേഴ്സ് സ്കാൻ ചെയ്തപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഈ കുട്ടി ഒരു മന്ദബുദ്ധി കുട്ടിയാണ്, ഈ കുട്ടിക്ക് യഥാർത്ഥ ജീവനില്ല, അതുകൊണ്ട് ഈ കുട്ടിയെ അബോർഷൻ ചെയ്ത് കൊന്നുകളയണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇല്ലാത്തൊരു ഭാരമായിരിക്കും. ഈ അമ്മ പറഞ്ഞു, ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. അച്ഛനും പ്രിയപ്പെട്ട ഈ സഹോദരി പറഞ്ഞു, ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. ഈ സഹോദരിയും ഭർത്താവും കൂടി വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഭർത്താവ് പറഞ്ഞു, നമ്മൾ 4ാമത്തെ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചപ്പോൾ കർത്താവ് നമുക്ക് നൽകി,
പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? പക്ഷേ ഈ സഹോദരി ഒരിക്കലും കർത്താവിനോട് മറുതലിപ്പ് കാണിച്ചില്ല. ഈ സഹോദരി പറഞ്ഞു, ഇച്ചായ, നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ നാമത്തെ വിളിക്കാം. നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ നിരാശപ്പെട്ടു പോകേണ്ട. ഇച്ചാനൊരു കാര്യം ചെയ്യണം, ഒരു 3 ദിവസം ലീവ് എടുക്കണം. ഞാൻ 3 ദിവസം ലീവ് എടുക്കാം. ഞാൻ 3 ദിവസം ലീവ് എടുത്തുകൊള്ളാം. നമ്മുടെ മക്കളെ നമുക്ക് നമ്മുടെ സ്വന്തം ചേട്ടൻ്റെ വീട്ടിലാക്കാം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, 3 മക്കളെയും സ്വന്തം സഹോദരൻ്റെ വീട്ടിലാക്കി. അതിനുശേഷം ഇവരെ വീട്ടിൽ തന്നെ പ്രാർത്ഥന മുറിയിൽ പായ വിരിച്ചു. അവിടെ ഇരുന്ന് കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇവർ പറഞ്ഞത് ഭക്ഷണം പോലും ഇവർ ഒഴിവാക്കി. 72 മണിക്കൂർ ഭാര്യ ഉറങ്ങുമ്പോൾ ഭർത്താവ് ഉണർന്നിരുന്ന കർത്താവിനെ ആരാധിക്കും, ഭർത്താവ് ഉറങ്ങുമ്പോൾ ഭാര്യ ഇരുന്ന് ആരാധിക്കും. ഇവരെ വീട്ടിൽ ദൈവസ്തുതികൾ ഉയർന്നു. 112-ാം സങ്കീർത്തനം 15-ാം വാക്യം ദൈവത്തിന്റെ വചനം പറയുന്നു, നീതിമാന്റെ കൂടാരങ്ങളിൽ ജയഘോഷമുയരും. നിന്റെ ഭവനത്തിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ജയഘോഷമുയരണോ? ഒറ്റ കാര്യം, വീട്ടിലിരുന്ന് കർത്താവിന്റെ നാമത്തെ വിളിക്കണം, കർത്താവിനെ സ്തുതിക്കണം. ഇവരെങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ 72 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു കാര്യം തീരുമാനമെടുത്തു, ഒരിക്കൽ കൂടി ഡോക്ടേഴ്സിനെ ഒന്ന് കാണാം. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. വീണ്ടും ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. ഡോക്ടേഴ്സിനോട് പറഞ്ഞു, ഒരിക്കൽ കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. ഡോക്ടേഴ്സ് പറഞ്ഞു, ഇതിൽ മാറ്റമൊന്നുമില്ല, ഞങ്ങൾ ചെക്ക് ചെയ്തതാണ്. ഓസ്ട്രേലിയയിലാണ് സംഭവം. അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ വളരെ എഫിഷ്യൻ്റ് ആണ്. അവർ പറഞ്ഞു, ഞങ്ങളുടെ ടെസ്റ്റിലൊന്നും ഒരു മാറ്റമില്ല. ഇവർ നിർബന്ധം കൊണ്ട് ഒരിക്കൽ കൂടി സ്കാൻ ചെയ്തു. ഡോക്ടേഴ്സ് സ്കാൻ റിപ്പോർട്ട് പഴയതും പുതിയതും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണ്. അവർ അതിശയിച്ചു പോയി. എന്താണ് സംഭവിച്ചെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ആ ഡോക്ടേഴ്സ് മറ്റുള്ള ഡോക്ടേഴ്സെല്ലാം വിളിച്ചുകൂട്ടി സ്കാൻ റിപ്പോർട്ട് വീണ്ടും ചെക്ക് ചെയ്യുകയാണ്. അവസാനം ഈ സഹോദരി ചോദിച്ചു, എന്താണ് സംഭവം? ഞങ്ങളോട് നിങ്ങൾ തുറന്ന് കാര്യം പറയണം. ഡോക്ടേഴ്സ് പറഞ്ഞു, നിങ്ങൾ എന്ത് മരുന്നാണ് നിങ്ങൾ ഇതിനു വേണ്ടി കഴിച്ചത്? ഈ സഹോദരി പറഞ്ഞു, ഞങ്ങൾ ഒരു മരുന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. യേശു ക്രിസ്തുവിന്റെ തിരുശരീരവും തിരക്തവും ഞങ്ങൾ സ്വീകരിക്കും. മറ്റൊരു മരുന്നും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ശരീരവും യേശുവിന്റെ രക്തവും യഥാർത്ഥ പാനീയമാണ്. അത് യഥാർത്ഥ സൗഖ്യമാണ്. പ്രിയപ്പെട്ടവരെ, കുർബാനയിലൂടെ കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ അത്ഭുതകരമായി അനുഗ്രഹിക്കുന്നുണ്ട്, സൗഖ്യമാക്കുന്നുണ്ട്. ഈ ഡോക്ടേഴ്സ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല. മെഡിക്കൽ സയൻസിന് ഇതിനെ നോക്കി ഒന്നും പറയാനില്ല. ഇപ്പോൾ നിങ്ങളുടെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിന് മെഡിക്കൽ സയൻസ് പ്രകാരം യാതൊരു അപാകതകളുമില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞ് 9-ാം മാസം അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നു. ഒരു കുഴപ്പമില്ല, മിടുക്കനായൊരു ആൺകുഞ്ഞ്. ആ കുഞ്ഞിനെ കൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരൻ്റെ അടുത്തേക്ക്, കർത്താവിന്റെ ദാസന്റെ അടുത്തേക്ക് പ്രാർത്ഥിക്കാൻ ഈ കുടുംബം കടന്നു വന്നത്. പ്രിയപ്പെട്ട സഹോദരി, ഇപ്പൊ ഏതവസ്ഥയിലാണോ, മടുത്തു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്, നിലവിളിക്കുക. സാധിക്കുമെങ്കിൽ വേദനിക്കുന്ന ഈ സമയത്ത് തന്നെ നീ നിന്റെ ജീവിതത്തിന്റെ എല്ലാ തിരക്കുകളിൽ നിന്ന് മാറി, നിന്റെ എല്ലാ പ്ലാനിൽ നിന്ന് മാറി കർത്താവിന് വേണ്ടി സമയം കൊടുക്കുക. നിന്റെ വിലപ്പെട്ട സമയം നീ കർത്താവിന് വേണ്ടി കൊടുക്കുമ്പോൾ വിലയേറിയ അനുഗ്രഹം കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദര, 1 സാമുവേൽ 1-ാം അധ്യായം, അവിടെ ഒരു കുടുംബത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ആ കുടുംബം എൽക്കാന ഹന്ന കുടുംബമാണ്. എൽക്കാന ഹന്ന ദമ്പതികൾക്ക് മക്കളില്ല. എൽക്കാനയ്ക്ക് പെനീന എന്ന മറ്റൊരു ഭാര്യയും കൂടിയുണ്ട്. അവർക്ക് മക്കളുണ്ട്. ഈ പെനീന എപ്പോഴും ഹന്നയെ കുറ്റപ്പെടുത്തും. അതുകൊണ്ട് ഹന്നയ്ക്ക് എപ്പോഴും കരച്ചിലാണ്, എപ്പോഴും കരച്ചിലാണ്. അങ്ങനെ ഹന്ന ഇരുന്ന് കരയുമ്പോൾ 1 സാമുവേലിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എൽക്കാന വന്ന് പറയും, എന്നാ നീ എന്തിനാണ് കരയുന്നത്? നിനക്ക് കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ടാണോ നീ കരയുന്നത്? ഞാൻ നിനക്ക് 10,000 മക്കളെക്കാളും ശ്രേഷ്ഠനല്ലേ? ഞാൻ നിനക്കുള്ളപ്പോൾ നീ എന്തിനാണ് കരയുന്നത്? പ്രിയപ്പെട്ടവരെ, ഹന്നയുടെ കരച്ചിൽ നിന്നില്ല. 1 സാമുവേൽ 1-ാം അധ്യായം 10-ാം വാക്യം ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു, ഹന്ന ഹൃദയം നൊന്ത് കർത്താവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ കർത്താവ് സ്പർശിക്കും. പ്രിയപ്പെട്ടവരെ, കാരണം കർത്താവിന് മുമ്പിൽ കണ്ണുനീർ ഒഴുക്കുന്നവർക്ക് ലോകത്തിന് മുമ്പിലോ
മനുഷ്യന് മുമ്പിലോ കരയുവാൻ കർത്താവ് ഇടവരുത്തുകയില്ല. ഹല്ലേലൂയ. ഹന്ന ഹൃദയം നൊന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. അവൾ അങ്ങനെ ദേവാലയത്തിൽ ചെന്നു കർത്താവിന് മുമ്പിൽ തന്റെ ഹൃദയത്തിന്റെ വേദനകൾ പങ്കുവെക്കുകയാണ്. ഇതാണ് പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഹൃദയത്തിന്റെ വികാരങ്ങൾ, വേദനകൾ, ആവശ്യങ്ങൾ നമ്മൾ ഹൃദയ നിറഞ്ഞ സ്നേഹത്തോടെ കർത്താവിന് കൊടുക്കുക. ഇതാണ് പ്രാർത്ഥന. ഹന്നങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏലി പുരോഹിതൻ പിന്നിലിരുന്ന് അവളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഏലി വിചാരിച്ചത് ഇവൾ മദ്യപിച്ച് ലക്കില്ലാതെ എന്തോ പിറുപിറുക്കുകയാണെന്ന് വിചാരിച്ചത്. ഏലി പറഞ്ഞു, മോളെ, നീ നിന്റെ മദ്യത്തിന്റെ ആസക്തി വിടുക, ഇത് ദേവാലയമാണ്. ഈ സമയം ഹന്ന പറയുന്ന ഒരു കാര്യമുണ്ട്. പിതാവേ, ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ വേദന എൻ്റെ കർത്താവിനോട് പങ്കുവെക്കുകയാണ്, എനിക്ക് മക്കളില്ല. ഏലി ഈ സമയത്ത് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പറഞ്ഞു, നിനക്ക് കുഞ്ഞുങ്ങളെ നൽകി, മക്കളെ നൽകി കർത്താവ് അനുഗ്രഹിക്കും. ഹന്ന പറഞ്ഞു, എനിക്കൊരു കുഞ്ഞിനെ കർത്താവ് നൽകിയ അവനെ ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ സമർപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞാണ് മഹാനായ സാമുവേൽ പ്രവാചകൻ. പ്രാർത്ഥനയിലൂടെ, നിലവിളിയിലൂടെ നിനക്ക് ലഭിക്കുന്ന ഒന്നും ലോകത്തിന് മുമ്പിലോ സ്വർഗത്തിന് മുമ്പിലോ വ്യർത്ഥമായി പോകുവാൻ കർത്താവ് ഇടവരുത്തുകയില്ല. നിലവിളിയിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന് നിനക്ക് ലഭിക്കുന്ന ഒന്നിനെയും നിന്നിൽ നിന്ന് തട്ടിക്കളയുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ സാധിക്കുകയില്ല. കാരണം അത് സ്വർഗത്തിന്റെ മുത്താണത്. പ്രാർത്ഥനയിൽ നിന്ന് ജനിക്കുന്നവനെ ആർക്കും തടയാൻ സാധിക്കുകയില്ല. പ്രാർത്ഥനയിൽ നിന്ന് ലഭിക്കുന്ന ഒരു അനുഗ്രഹത്തെ തട്ടിമാറ്റുവാൻ ആർക്കും സാധിക്കില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒറ്റ കാര്യമേ നമ്മൾ ചെയ്യണ്ടൂ, നിലവിളിക്കുക, പ്രാർത്ഥിക്കുക. കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് പ്രകാശമായി കടന്നു വരിക തന്നെ ചെയ്യും. ഒരു അമ്മ കോട്ടാശ്രമത്തിലേക്ക് കടന്നു വരികയാണ്. അമ്മ വളരെ വേദനയോടെയാണ് കടന്നു വരുന്നത്. അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ഏകമകൻ, അവന് തെറ്റായൊരു ബന്ധമുണ്ട്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് ഉറപ്പാണ് ഇത് ദൈവഹിതമല്ല. ആ പെൺകുട്ടിയെ എൻ്റെ മകൻ കല്യാണം കഴിച്ചാൽ എൻ്റെ മകൻ്റെ ജീവിതവും എൻ്റെ ജീവിതവും തകർന്നു പോകും. എനിക്ക് ഏക മകനെ എനിക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, പൊട്ടാശ്രമത്തിൽ വന്ന് ആ സഹോദരി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് ലഭിച്ചൊരു പ്രേരണ പ്രകാരം ഈ സഹോദരി 40 ദിവസത്തോളം കർത്താവിൻ്റെ സന്നിധിയിൽ മറ്റെല്ലാം മാറ്റിവെച്ച് പ്രാർത്ഥിക്കുവാനും കർത്താവിനെ ആരാധിക്കാനും തുടങ്ങി. ഭക്ഷണമെല്ലാം വളരെ ചുരുക്കത്തോടെ പല ദിവസങ്ങളിൽ ഉപവാസമായിരുന്നു പ്രിയപ്പെട്ടവരെ. സ്വർഗം തുറക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതങ്ങളിൽ കർത്താവിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടും. 40 ദിവസം പ്രാർത്ഥന കഴിഞ്ഞ് ഈ അമ്മ സ്വന്തം മകനെ വിളിച്ചു പറഞ്ഞു, മോനെ, നീ ഇപ്പോൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആ പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധം അത് ശരിയല്ല, ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ഇതിനു മുമ്പ് പല പ്രാവശ്യം അമ്മ സ്വന്തം മകനോട് പറഞ്ഞിട്ടുണ്ട്, മോനെ, ഇത് ദൈവം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ മകൻ ഒന്നും സംഭവിച്ചിട്ടില്ല. ആ മകൻ പറഞ്ഞ കാര്യം ഇതാണ്, അവളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുകയുള്ളൂ, മറ്റൊരു സ്ത്രീ എനിക്ക് വേണ്ട. പക്ഷെ 40 ദിവസം ദൈവത്തിന് മുമ്പിൽ നിലവിളിയോടെ ആയിരുന്ന ആ അമ്മ പ്രാർത്ഥന കഴിഞ്ഞ് സ്വന്തം മകനോട് വീണ്ടും ദൈവനാമത്തിൽ, യേശുനാമത്തിൽ ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്, മോനെ, ആ ബന്ധത്തിൽ നിന്ന് നീ പിന്തിരിയണം. ഈ സഹോദരൻ അപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മ ഇപ്പോൾ പറയുന്നത് ഞാൻ അനുസരിക്കുന്നു. കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇപ്പോൾ അമ്മയുടെ വാക്കുകളെ നിരസിക്കാൻ എനിക്ക് പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകളെ നിരസിക്കാൻ ലോകത്തിൻ്റെ ഒരു ശക്തിക്കും സാധിക്കില്ല. ഒറ്റ കണ്ടീഷൻ നമ്മൾ ചെയ്യണം, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരണമോ നമ്മൾ മുട്ടുകുത്തണം, കരമുയർത്തണം, നിലവിളിക്കണം. സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വരിക തന്നെ ചെയ്യും. പിന്നെ നമ്മുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങളുടെ ഘോഷയാത്രയായിരിക്കും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കർത്താവിനെ അത് സ്വീകരിക്കാതിരിക്കുവാൻ പറ്റുകയില്ല പ്രിയപ്പെട്ടവരെ. കാരണം കർത്താവ് അവനിൽ ജീവിക്കുന്നുണ്ട്. ഈ അമ്മയിൽ കർത്താവ് ജീവിച്ചു തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ. ആത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയുടെ പ്രാർത്ഥന സ്വർഗം തുറക്കപ്പെടുവാൻ കാരണമാകും. ഈ മകൻ പറഞ്ഞു, അമ്മയുടെ വാക്ക് ഞാൻ സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ പെൺകുട്ടിയോട് കാര്യം പറഞ്ഞു. കർത്താവ് ഇത് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ ബന്ധത്തിൽ നിന്ന് മേർപിരിഞ്ഞു. അതിനുശേഷം മറ്റൊരു നല്ലൊരു പെൺകുട്ടിയെ, സ്വന്തം സഭയിലുള്ള തന്നെ
മറ്റൊരു നല്ല ദൈവ സ്വഭാവമുള്ള നല്ലൊരു പെൺകുട്ടിയെ കർത്താവ് ഭാര്യയായി അവൻ നൽകുകയാണ്. ആ കല്യാണ സമയത്ത് ആ കല്യാണ ഹാളിൽ വന്നിട്ടുള്ള ആയിരങ്ങളോട് അവൻ മൈക്കിലൂടെ പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ അമ്മയുടെ പ്രാർത്ഥന എന്നെ രൂപാന്തരപ്പെടുത്തി. ഇപ്പോൾ കർത്താവ് എനിക്ക് നൽകിയിട്ടുള്ള ഈ ജീവിത പങ്കാളി, ഇത് എൻ്റെ അമ്മയിലൂടെ ദൈവം എനിക്ക് നൽകിയിട്ടുള്ള ഒരു സമ്പത്താണ്. ഈ മകൻ വലിയൊരു ജോലിക്കാരനാണ്, ലക്ഷക്കണക്കിന് എമൗണ്ട് ശമ്പളം കിട്ടുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ദൈവത്തെ വിളിക്കേണ്ട ഒരു ആവശ്യവും ഇവനില്ല. പക്ഷെ ഇവൻ്റെ അമ്മയുടെ പ്രാർത്ഥന ഈ മകനെ രൂപാന്തരപ്പെടുത്തി. പ്രിയപ്പെട്ട സഹോദര സഹോദരി, കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് നമ്മളോട് പറയുന്ന കാര്യം ഇതാണ്. കർത്താവിൻ്റെ നാമത്തെ ഏതൊരു പ്രതിസന്ധിയിലും വിളിക്കുക. കർത്താവ് നമുക്ക് മറുപടി നൽകും, നമുക്ക് ഉത്തരം നൽകും. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ഏക മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. വചനദീപ്തി എന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല മക്കളെയും കർത്താവ് ഇപ്പോൾ സ്പർശിക്കണമേ. രോഗികളെ ഏറ്റെടുക്കണമേ. ക്യാൻസർ രോഗികളെ സൗഖ്യമാക്കണമേ. തളർവാദ രോഗികളെ എഴുന്നേൽപ്പിക്കണമേ. കുരുടർക്ക് സൗഖ്യം കൊടുക്കണമേ. ചെകിടർക്ക് സൗഖ്യം കൊടുക്കണമേ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഗുഡ്നസ് ടെലിവിഷനിലൂടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രത്യേകമായി ഭവനങ്ങളിൽ വളരെ നിരാശപ്പെട്ട് ആത്മഹത്യയ്ക്ക് വേണ്ടി ചിന്തിക്കുന്ന സകല മക്കളെയും പരിശുദ്ധാത്മാവെ ഇപ്പോൾ സ്പർശിക്കണമേ. പരിശുദ്ധമ്മേ, സകല വിശുദ്ധന്മാരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും.